ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ രംഗത്തെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടായ അലൈവ് അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃക്കൂർ പഞ്ചായത്തിലെ SSLC+2 വിജയിച്ച വിദ്യാർത്ഥികൾക്കായി സൗജന്യ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ പീച്ചി റോഡിലെ ഇവിയു കോംപ്ലക്സിലെ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന അലൈവ് അക്കാദമിയുടെ 100% പ്ലേസ്മെന്റോടുകൂടിയ കോഴ്സുകളെക്കുറിച്ച് സെമിനാറിൽ വിശദീകരിച്ചു. ലോജിസ്റ്റിക്സ് രംഗത്തെ ജോലി സാധ്യതകളെക്കുറിച്ച് CG സതീന്ദ്രനും ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തെ ജോലി ചെയ്ത സാധ്യതകളെക്കുറിച്ച് MR അർജുനും ക്ലാസുകൾ നയിച്ചു. അലൈവ് അക്കാദമിയുടെ അഡ്മിഷൻ ഹെഡ് ദിൽരാജ് കൊടപ്പള്ളി, UG ഡിപ്പാർട്ട്മെന്റ് HOD G ജ്യോതിക, സെന്റർ ഇൻചാർജ് സോഫി അനീഷ് എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് വിഭാഗങ്ങളിൽ 100% പ്ലേസ്മെന്റോടുകൂടി അലൈവ് അക്കാദമിയിൽ കോഴ്സുകളുണ്ട്. കുറഞ്ഞ ഫീസിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. അത്യാധുനിക ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബുകളും ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. 2025-2027 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അലൈവ് അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് SCM, ഫസ്റ്റ് ഫ്ലോർ, ഇവിയു കോംപ്ലക്സ്, പീച്ചി റോഡ്, തൃശൂർ. വിളിക്കേണ്ട നമ്പർ 9408281886 അല്ലെങ്കിൽ 8943704115. തൃശൂർ ബീച്ച് റോഡാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു 10 വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ മെയിൻ അഡ്വൈസറായിട്ട് വരുന്ന കോഴ്സസ് ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ ആണ്. നമ്മളുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു അക്കാഡമിയിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മുടെ പ്ലേസ്മെന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീസിന്റെ 50%, അതായത് ബിഫോർ പ്ലേസ്മെന്റ്, അതായത് 50% ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കും. അതായത് കോഴ്സ് ഫീന്റെ 50% നിങ്ങൾ അടച്ചാൽ മതി. ബാക്കി 50%, 50%, അതായത് ഹാഫ് പേയ്മെന്റ് നമ്മൾ ജോലി ആക്കിയിട്ട് നിങ്ങൾ സാലറി അടച്ചാൽ മതി. അടുത്തൊരു ഏരിയ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, +2 SSLC കഴിഞ്ഞ് ഗ്രാജുവേഷൻ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യണമെന്ന് ഒരു മോഡലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഏതെല്ലാം നല്ല കോഴ്സുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് ഒരു കോഴ്സിനെ പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് സജീന്ദ്രൻ CG. ഞാൻ കഴിഞ്ഞ ബേസിക്കലി ഐ ആം എൻ സർവീസ് ഫ്രം ഇന്ത്യൻ ആർമി. അതിനുശേഷം കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ്. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓൾ ഇന്ത്യ ലോജിസ്റ്റിക്സിന്റെ ഹെഡാണ്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കുറച്ച് സമയമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വീട്ടിലോട്ട് പോകാൻ ഭയങ്കര ധൃതിയാണെന്ന് അറിയാം. മേഡം നോർമൽ കോഴ്സ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് ആവശ്യമായി വരുന്ന ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കോഴ്സിനെ പറ്റി, ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റിയാണ് ഞാൻ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. അക്കാഡമിയില് മാത്രമല്ല വേറെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഏവിയേഷൻ? എന്തെങ്കിലും ഐഡിയ? എന്താണ് ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത്? എന്താണ് ആർക്കൊരു എനർജി ഒന്നും ഇല്ലാത്തത്? മഴയുണ്ടാണോ? എന്താണ് ഏവിയേഷൻ? ആ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം എന്തോർമ്മ വരുന്നു? ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് വലിയൊരു എയർ ക്രാഷ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ?
അതാണ് നമുക്ക് ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വിമാനങ്ങളും എയർപോർട്ടും അതിൻ്റെ ഓപ്പറേഷൻസും ആണ് ആ ഒരു വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് അതിനുള്ളിലുള്ള ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ജോലികളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? ഞങ്ങളുടെ കോഴ്സസിനെ കുറിച്ച് സംസാരിക്കുവാനും വേദി ഒരുക്കി തന്ന തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, എസ്പെഷ്യലി പഞ്ചായത്ത് പ്രസിഡന്റിനും അതിന് മെമ്പേഴ്സ്മാർക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ നമുക്ക് വരുന്ന 2 കോഴ്സിന്റെ കാര്യം പറഞ്ഞു. ഒന്ന് ഏവിയേഷൻ, 2 ലോജിസ്റ്റിക്സ്. അപ്പം ലോജിസ്റ്റിക്സ് 2 കോഴ്സസ് ആണ്. ഒന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ, 2 ഡിപ്ലോമ. സോ ഈ 2 കോഴ്സിനും ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 കോഴ്സിനും നമുക്ക് 50% ആണ് നമ്മൾ ഡ്യൂറിംഗ് ദ കോഴ്സ് നമ്മൾ ഫീസ് മേടിക്കുന്നത്. ഓക്കെ, ബാക്കി 50% നമ്മൾ പ്ലേസ്മെന്റ് ചെയ്തതിനു ശേഷം, ദാറ്റ്സ് ഗ്യാരണ്ടി.